ദുര്യോധനന്റെ വീഴ്ചയോടെ കൗരവസേനയിലെ 3 പേർ മാത്രമവിടെ അവശേഷിച്ചു. അവരുടെ അനുവാദത്തോടുകൂടെ കഴിഞ്ഞ 18 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് തിരികെ പോയി. പാണ്ഡവർ 5 പേരോടൊപ്പം കൃഷ്ണൻ നദീതീരത്ത് പോയിരുന്നു വിശ്രമിച്ചു. അന്ന് രാത്രി വീണുകിടക്കുന്ന ദുര്യോധനനെ ചെന്നുകണ്ട് അശ്വത്ഥാമാവ് പാണ്ഡവരെയും അവരുടെ പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നനെയും ശേഷിക്കുന്ന എല്ലാവരെയും താൻ വധിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. കൃപാചാര്യരുടെ നിർദ്ദേശത്താൽ പടയില്ലാത്ത പടനായകനായി അശ്വത്ഥാമാവ് അവരോധിക്കപ്പെടുകയും ചെയ്തു. അർദ്ധരാത്രി ക്ഷീണിതരായി ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ 5 പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സർവ്വതൻ തുടങ്ങിയവരെയും അശ്വത്ഥാമാവ് രുദ്രനിൽ നിന്നും തനിക്ക് കിട്ടിയ വീരഖഡ്ഗം ഉപയോഗിച്ച് വെട്ടിനുറുക്കി. ഒന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ പോലുമാകാതെ അവരൊക്കെ വീരസ്വർഗം പ്രാപിച്ചു. സേനയിൽ ഇനി ഒരാളും അവശേഷിക്കരുത് എന്ന ഉദ്ദേശത്തോടെ അശ്വത്ഥാമാവ് പാളയത്തിന് തീ കൊളുത്തി. പാളയം കത്തിയമർന്നു. വെന്തു വെണ്ണീറായി. പാണ്ഡവർ 5 പേരും കൃഷ്ണനോടൊപ്പം വെളിയിലായിരുന്നതിനാൽ അവർ ബാക്കിയായി. അത് അശ്വത്ഥാമാവ് അറിഞ്ഞിരുന്നില്ല. ദുര്യോധനന്റെ അടുത്ത് ചെന്ന് പാണ്ഡവരെയും സൈന്യത്തെയും സർവനാശം വരുത്തിയെന്ന് ബ്രാഹ്മണനായ അശ്വത്ഥാമാവ് അറിയിച്ചു. ആ സന്തോഷവാർത്ത ശ്രവിച്ച ദുര്യോധനൻ ആശ്വാസത്തോടെ ആന്ത്യശ്വാസം വലിച്ചു. സ്വർഗാരോഹിതനായി. 5 മക്കളെയും സഹോദരന്മാരെയും നഷ്ടപ്പെട്ട് പാഞ്ചാലിയെ സമാശ്വസിപ്പിക്കുവാൻ ആർക്കുമായില്ല. ഒടുവിൽ ഈ കടുംകൈക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് പുറപ്പെട്ട ഭീമസേനൻ അശ്വത്ഥാമാവിനെ കണ്ടെത്തുകയും ദീർഘനേരം യുദ്ധം ചെയ്യുന്നു. ഭീമനെ വധിക്കുമെന്ന ഘട്ടത്തിൽ കൃഷ്ണനിർദ്ദേശത്താൽ അർജുനൻ ബ്രഹ്മാസ്ത്രമേച്ചു. പിന്നീട് ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ കഴിയാത്ത ആചാര്യപുത്രൻ ശിക്ഷയെന്നോണം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ജീവനെടുക്കാതെ ശിരസിൽ ജന്മനാ ഉള്ള ചൂടാരത്നം ചൂഴ്ന്നെടുത്ത് പാഞ്ചാലിക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. ശിരസിൽ ആഴത്തിലുണ്ടായിട്ടുള്ളതും ഒരിക്കലും ഉണങ്ങാത്തതുമായ മുറിവുമായി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് എന്ന ബ്രാഹ്മണൻ ഇന്നു കൊടുംകാടുകളിൽ അലഞ്ഞുനടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒടുങ്ങാത്ത പകയുടെ ആൾരൂപമാണ് അശ്വത്ഥാമാവ്. നീചഭാവനയും പ്രവൃത്തിയുമുള്ള ഓരോ ആളിലും ഓരോ അശ്വത്ഥാമാവ് പകയായി കുടികൊള്ളുന്നു. ഇന്നും ഭാരതത്തിലെ മികച്ച ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭട്ടന്റെ നിഗമനത്തിൽ ക്രിസ്തുവിനു മുൻപ് 3139 കുരുക്ഷേത്ര യുദ്ധം നടന്നത്. അതായത് ആ മഹായുദ്ധം നടന്നിട്ട് 5150 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ യുദ്ധത്തിനൊപ്പം തന്നെ ഭൂമിയിൽ പലവിധ ദുർനിമിത്തങ്ങളും കണ്ടുതുടങ്ങിയിരുന്നു. യുദ്ധം അവസാനിച്ച് 36 വർഷങ്ങൾക്ക് ശേഷം കലിയുഗം ആരംഭിക്കുകയും ചെയ്തു. വിശാലബുദ്ധിയും വിടർന്ന താമരയുടെ നീണ്ട ദളങ്ങൾ പോലെ മനോജ്ഞമായ നയനങ്ങളോട് കൂടിയവനുമായ വ്യാസമഹർഷേ, അങ്ങേക്ക് നമസ്കാരം. അങ്ങാണല്ലോ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനരൂപമായ വിളക്ക് പ്രകാശിപ്പിച്ചത്. വേദങ്ങളിൽ മുഖ്യമായി കരുതുന്ന മഹാഭാരത കഥകളിൽ മനുഷ്യരാശിക്ക് പ്രചോദനം നൽകുന്ന ഒട്ടനേകം മുഹൂർത്തങ്ങൾ വ്യാസമഹർഷി വർണ്ണിക്കുന്നുണ്ട്. യുദ്ധം അനിവാര്യം ആയതുകൊണ്ട് ഒഴിവാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതാണ് നീതി. വിശാലബുദ്ധിയും വിടർന്ന താമരയുടെ നീണ്ട ദളങ്ങൾ പോലെ മനോജ്ഞമായ നയനങ്ങളോട് കൂടിയവനുമായ വ്യാസമഹർഷേ, അങ്ങേക്ക് നമസ്കാരം. അങ്ങാണല്ലോ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനരൂപമായ വിളക്ക് പ്രകാശിപ്പിച്ചത്. ആ വിളക്കിൽ നിന്നും തെളിഞ്ഞ ദീപം ലോകത്തിൽ നിറച്ചത് അദ്ഭുതകരമായ നീതിയും ധർമ്മവുമാണ്. ധർമ്മം ജയിച്ചു തെറ്റുകളും തെറ്റു ചെയ്തവരും തോറ്റു. ഭഗവാന്റെ അദ്ഭുതം ലോകത്തിനു മുന്നിൽ വിവരിച്ചു നൽകിയേ മഹാനുഭവ, അങ്ങേക്ക് കോടി കോടി പ്രണാമം. മഹാഭാരത ചരിതവുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരും. മഹാഭാരതം അതിവിശാലമാണ്. ലക്ഷക്കണക്കിന് വിവരങ്ങളും സംഭവങ്ങളും കാലാതിവർത്തിയായ ധർമാധർമ്മ വിശകലനങ്ങളും മറ്റു പലതും സമൃദ്ധമായി അടങ്ങിയതാണ്. അത് വായിക്കുവാനുള്ള താൽപ്പര്യം ചെറുപ്പം മുതലേ ഉണ്ടാവണം. അതാകണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്.